ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നൈറ്റാണ്. ഈ ചോങ്കിങ് എന്ന് പറയുന്ന സിറ്റിയുടെ നൈറ്റ് വേറെ ലെവലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ റീലിലും അതൊക്കെ കണ്ട് ഒന്ന് മെസ്മറൈസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ നൈറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് തിങ് എന്നറിയോ, ഒരു കിടിലൻ കേബിൾ കാർ. ഇവരുടെ കേബിൾ കാറിൻ്റെ ഏരിയയൊക്കെ സെറ്റപ്പാണ്. സിറ്റിയുടെ നടുക്ക് തന്നെ ഇത്രയും ഏരിയ വെച്ചിട്ടാണ് നമ്മളെ കേബിൾ കാറിലൊക്കെ വിടുന്നത്. വലിയ തിരക്കുമില്ല കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ടിക്കറ്റ് ഇവിടെ നിന്നായിരിക്കും എടുക്കണ്ടേ. ഇവരുടെ കേബിൾ കാറിലേക്ക് പോകുന്ന തന്നെ ഉണ്ടോ, വെയിറ്റിംഗ് ഏരിയ, റെസ്റ്റ് ഏരിയ ആരുമില്ല. പക്ഷേ എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. 6th ഫ്ലോറിലേക്കാണ്. പിന്നെ ജെഫ്രി ഇല്ലാത്തെന്ന് പറ്റിയെന്ന് അറിയാം, പുള്ളിയുടെ നടുവെട്ടി. സോ ഇന്നൊരു ദിവസം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയും കൂടെ അല്ലേ, ഞാനൊന്ന് ഇറങ്ങി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ നൈറ്റ് ലൈഫും, കാരണം കുറച്ചധികം നടക്കാൻ കാണും. എനിക്ക് തോന്നുന്നു തണുപ്പും പിന്നെ കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നടു ഒന്നും പുള്ളി ചെയ്തു. അതുകൊണ്ട് ജെഫ്രി ബെഡ് റെസ്റ്റിലാണ്. ഹോപ്പ്ഫുള്ളി നാളത്തെ വ്ളോഗിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ പ്ലാൻ ആക്ച്വലി ഈ റോപ്പ് ചെയ്യാൻ പെട്ടെന്ന് കണ്ടതാണ്. ഇത് ഒരു നൈറ്റ് മാർക്കറ്റ്, പിന്നെ നൈറ്റ് ലൈഫ് അതും കൂടെ കാണിക്കാണ്ടായിരുന്നു. പക്ഷെ നൈറ്റ് ലൈഫ് എപ്പോഴും ജെഫറിന്റെ കൂടെ പോകുള്ളൂ, കാരണം ക്ലബ്സിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ. സോ അത് ഈ വ്ളോഗിനോട് തന്നെ കാണും. ജെഫറിൻ ഓക്കെ ആണെങ്കിൽ നാളെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഗോഡ്, കേബിൾ കാറിൽ കയറിയിട്ട് പോലും ഇല്ല. പക്ഷെ വ്യൂ നോക്കിക്കേ, ആ സിറ്റിയുടെ വ്യൂ നോക്കിക്കേ. ഇത് ആക്ച്വലി നൈറ്റിൽ മേ ബി കാണാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റീസ് ആണ് ഇവിടെ ചോങ്ചിങ്. ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവർ ലൈറ്റ്സിലാണ് ഈ സിറ്റി ഇത്രയും ഭംഗിയായിരിക്കുന്നത്. അൺബിലീവബിൾ സിറ്റിയുടെ ഗ്രാൻഡ്യൂറേ. പക്ഷേ ഈ ബ്രിഡ്ജ് ആണെങ്കിലും ബോട്ട് ക്രൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം എക്സ്പോർട്ടബിൾ ആണ്. ഇതേ, ഓ മൈ ഗോഡ്, ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ആ ലൈറ്റ് അപ്പ് ചെയ്ത ബിൽഡിംഗ് കണ്ട. ഓ, അവരുടെ ബോട്ട് വരെ ചെയ്ത് വെച്ചിരിക്കും. നോക്ക്, എനിക്ക് ആക്ച്വലി മറ്റേ ചൗപ്രായ റിവറിലെ ബാങ്കോക്കിൽ പോകുന്ന ബോട്ടുണ്ട് വിത്തൗട്ട് ദ ബഹളം. വാവ്, സൂപ്പർ. ഇത് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും കൂടെ ഒരു 250 രൂപയുള്ളൂ ഈ കേബിൾ കാറിന്. ഓഫ്, അത് നോക്ക്. ഓഫ്, ഇത് ഫുഡ് നോക്കിയാലും മോഡേൺ ബിൽഡിങ്സും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പഴയ ബിൽഡിങ്സും അതുപോലെ തന്നെ ഹിൽസും, എവറിത്തിങ് ഇൻ വൺ സിംഗിൾ വ്യൂ. അത് രാത്രിയും കൂടെ ആകുമ്പോഴേ ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ഓഫ്, ഇതെനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ പോയ ബിൽഡിംഗ് അല്ലേ, അതിൻ്റെ ബാക്ക് സൈഡാന്ന് തോന്നുന്നു കേട്ടോ. വാവ്, അടിപൊളിയല്ലേ? നിങ്ങൾ ആ സ്ട്രീറ്റ് ലാംപ്സിൻ്റെ തന്നെ ഭംഗി കണ്ട. എവറി പാർട്ട് ഓഫ് ദ സിറ്റി ഇസ് ബ്യൂട്ടിഫുൾ, എവറി പാർട്ട്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അതിനെക്കാട്ടി നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എന്തായാലും ക്യൂ തന്നെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ ഈ സൈഡ് എന്തായാലും എക്സ്പ്ലോർ ചെയ്താണല്ലോ, നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഉള്ള വ്യൂവും കൂടെ നോക്കട്ടെ. മൈ ഗോഡ്, എന്തൊരു സിറ്റിയല്ലേ ഇത്. നോക്കിക്ക് എന്താ വ്യൂ. ആ കേബിൾ കാറിൽ പോകുമ്പോഴേ കറക്റ്റായിട്ട് അറിയുള്ളൂ. ഗൈസ്, അവർ വെള്ളത്തിൽ വരെ കണ്ട കൗണ്ടേഴ്സ് പോലെ വെച്ചിട്ടുണ്ട് കൗണ്ട് ഡൗൺ ചെയ്യാനായിട്ട്. ആ ടെക്നോളജി അവർ ചെയ്യുന്നത് ഒരു രക്ഷയില്ലാട്ടോ. പൊളി സെറ്റപ്പാണ് ഈ സിറ്റി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ഫുഡ് മാർക്കറ്റ് ഉണ്ട്. ആദ്യമേ അങ്ങോട്ടൊന്ന് പോവാം. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ലൈഫിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. പക്ഷെ അവിടെ ജെഫ്രനായിട്ട് പോകുന്നതായിരിക്കും രസം. ഗൈസ്, സോ ഞാൻ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി. എല്ലാം അടുത്തടുത്താണ്. അതെന്താണെന്നറിയോ, നമുക്ക് ചോങ്ചിങ് എന്ന് പറയുന്ന സിറ്റി നമ്മൾ വേൾഡിലെ ബിഗ്ഗസ്റ്റ് സിറ്റിയാണ്, പോപ്പുലേഷൻ വൈസും ആൻഡ് ഐ തിങ്ക് സോ ബൈ അഡ്മിനിസ്ട്രേഷൻ, ലൈക്ക് ഏരിയ വൈസും. പക്ഷേ ഒരുവിധമുള്ള മിക്ക പോയിന്റ്സ് ഓഫ് അട്രാക്ഷൻ വിത്തിൻ ദ സിറ്റി ഉണ്ടല്ലോ, അത് എല്ലാം അടുത്താണ്. ഇപ്പം ഞാൻ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് മാർക്കറ്റിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോകാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഭയങ്കര സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഒരു സിംഗപ്പൂർ റാഫിൾസ് എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ഉണ്ട്. സിംഗപ്പൂരിൻ്റെ ഒരു ഐക്കോണിക് ബിൽഡിംഗ്. ആ റാഫിൾസ് ഇവിടെ ചൈനയിലും ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫുഡ് സ്ട്രീറ്റ് തന്നെ കാണിക്കാമെന്ന്. ഒന്നും ഫുഡ് സ്ട്രീറ്റ് അല്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ള 2-3 ചൈന സിറ്റീസിൽ പോയപ്പോൾ രാത്രി എല്ലാം നേരത്തെ അടയ്ക്കും. ഇവിടെ ഇപ്പോൾ രാത്രി 10 മണിയായി. സൺഡേയും കൂടെയാണ്. ആൻഡ് സ്റ്റിൽ എവറിത്തിങ് ഇസ് ഓപ്പൺ. വൈബ്, ഫാമിലി, കുട്ടികൾ എല്ലാവരും ഉണ്ട്. ആൻഡ് രാത്രി വി ഫീൽ സോ സേഫ്, സോ എന്താ ഈസി ടു വാക്ക് ഇൻ ദിസ് അമേസിങ് സിറ്റി. ഫുൾ ലൈറ്റാണല്ലോ. രാവിലെയാണോ രാത്രിയാണോ എന്നുള്ളത് കുഴപ്പമേ ഇല്ല, വെളിച്ചത്തിൻ്റെ കളിയാണ്. ഇവിടെ ചിലയിടത്ത് കൺസ്ട്രക്ഷൻസ് കാരണം ഫുട്പാത്ത് കാണില്ലേ.
എന്നാൽ പോലും അവർ റോഡിൽ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം, ഒരു ഡിവൈഡർ പോലെ വെച്ച് ചെയ്യും. എന്നോട് ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തു, ബാംഗ്ലൂർ കമ്പാരബിൾ ആണ്, ഒരു മോഡേൺ സിറ്റിയാണ്. യു കനോട്ട്, വൺസ് യു ട്രാവൽ ടു ചൈന യു കനോട്ട് സേ, യു വിൽ നെവർ സേ ദാറ്റ്. ഷോ, ഈ സ്ട്രീറ്റ്സിൻ്റെ ഒക്കെ ഒരു ഭംഗിയേ, എവിടെ നോക്കിയാലും നമുക്കൊരു ഫോട്ടോ എടുക്കാൻ തോന്നും. നോക്കിക്കേ, ഇതൊക്കെ ശരിക്കും നമ്മളിങ്ങനെ ഒരു കറക്റ്റ് സെൻറ്റർ ഫ്രെയിം വെച്ചോണ്ടല്ലോ ഒരു കിടിലൻ മോഡേൺ നൈറ്റ് ലൈഫ് സിറ്റിയുടെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് സ്ക്രീൻ സേവർ ആക്കി വെക്കാം. പക്ഷേ ഇവരുടെ ഈ ഫുട്പാത്തൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് മുനിസിപ്പൽ വർക്കേഴ്സാണ്. എല്ലാ ഹൈ പ്രഷർ ഓസിൽ അടിച്ച് ഡസ്റ്റ്ബിൻ വരെ അടിച്ച് വൃത്തിയാക്കിയുണ്ടല്ലോ. എൻ്റെ അമ്മോ, ഞാൻ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു നേഷനും ഇത്രയും വൃത്തി ആയിട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. ഇവരെ ഓരോ ഡസ്റ്റ്ബിനൊക്കെ ഹൈ പ്രഷർ ഓസിലാണ് അടിച്ച് കഴുകുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി ജപ്പാൻ, എനിക്ക് ജപ്പാൻ്റെ പോലെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ജപ്പാൻ അല്ലാതെ വേറെ ഒരു രാജ്യവും ഇത്രയും ക്ലീനിങ് എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സ്പിക്ക് ആൻഡ് സ്പ്ലാനായി കിടക്കില്ലല്ലോ. ഇവരുടെ ഈ തുപ്പലും കൂടെ താഴെ തുപ്പുന്ന ആ സ്വഭാവം കൂടെ നിർത്തിയുണ്ടല്ലോ. ചൈന വിൽ ബി ദ മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ്, അത് കൺട്രി ഇൻ ദ വേൾഡ്, ഉറപ്പാത്. അമ്പോ, അടുത്ത സ്ട്രീറ്റ് എത്തി. പക്ഷേ ഈ പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ഫുഡ് സ്ട്രീറ്റ് ആണ്. ഞാനൊരു ലിമിറ്റ് വെച്ച് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്കല്ലേ. നോക്കട്ടെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കാണിക്കാൻ. തിരക്ക് എൻ്റെ അമ്മോ, ഭക്ഷണത്തിന് ഇവർക്ക് ഭ്രാന്താണ്, എല്ലാത്തിലും ഭ്രാന്താണ്. ഇതൊക്കെ നോക്കിക്കേ, രാത്രി 10-11 മണിയായി, എന്നിട്ടാണ് ഈ വൈബ്. ഷോ, രാത്രി 10-11 മണിക്ക് തിരക്ക് നോക്കിക്കേ. ഇതിവിടുത്തെ ഏറ്റവും, അയ്യോ ഇതെങ്ങനെ ആൾക്കാർ കഴിക്കുന്നത്? ഇത് കാട്ടിലേജാണ് എന്ന് പറയാൻ, ഒരു ഫാറ്റി കാട്ടിലേജ്, മറ്റേ ഒരു ചിക്കൻ്റെ ഒക്കെ കാട്ടിലേജാന്ന് തോന്നുന്നു. പക്ഷേ അത് വലിയ ടേസ്റ്റി അല്ലല്ലോ. എന്നിട്ടും ആൾക്കാർ നോക്കിയതിൽ. അടുത്ത് പോയി നോക്കട്ടെ എന്താ സംഭവം എന്ന്. ഇതെന്തോ മറ്റേ സോഫ്റ്റ് ചിക്കൻ പോലത്തെ ഭാഗം എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്തൊരു ക്വാണ്ടിറ്റിയാന്ന് നോക്ക്. എങ്ങനെ കഴിക്കും? ഞാൻ ഒറ്റയ്ക്കുമാണ്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, തിരക്ക്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. ക്യൂ നിൽക്കാൻ ജഫറിനില്ല, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോവാം. ഇതും ചെയ്തെൻ്റെ അടുത്ത സ്ഥലത്ത് തിരക്ക്. ഇതൊക്കെ എന്ത് സാധനമാവോ? ഇത് ബ്രെഡ് പോലത്തെ എന്തോ ആണോ, മീറ്റാണോ, ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ തിരക്കുള്ള ഒരു കൗണ്ടറിൽ നിന്ന് വാങ്ങിയില്ലേ, ആ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഇത് അടുത്ത കൗണ്ടറിൽ നിൽക്കുന്നത്. അത്രയും ഫുഡ് ക്രേസി ആൾക്കാരാണ് ഇവിടെ. എല്ലാം ഫ്രഷ്ലി മെയ്ഡാണ്. അതാണ് വേറെ ഒരു ഗുണം. നമുക്ക് മറ്റേ പഴയതാണോ എന്നുള്ളൊരു പേടിയാണല്ലോ. ഇത്രയും തിരക്കുകൊണ്ട് അത്രയധികം ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഫുഡ് പോയ്സൺ അടിക്കുമെന്നുള്ള അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഓൾ ഫ്രഷ്. മറ്റേ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരെണ്ണം മാത്രമല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ കണ്ടത് മാത്രമല്ല, ഇതിൻ്റെ സൈഡ് വേസ് ഒക്കെ ഫുഡ് തന്നെയാണ്. ഇത് രാത്രി എനിക്കൊന്ന് 12-1 മണി വരെ കാണും ഈ ഒരു സെറ്റപ്പൊക്കെ. സോ രാത്രി വന്നാലും ചൈനയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമേ. അവർ ഈ ചെറിയ പൊട്ടറ്റോസ് എടുത്തിട്ട് അതും ബീഫും അണിയൻസും സെലാൻഡ്രോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഒരു കൊത്തു പൊറോട്ടയുടെ തന്നെ, പക്ഷെ പൊറോട്ടയ്ക്ക് പകരം ബീഫ് അതിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. ഇത് നല്ല ടേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. വലിയ ടൈമിങ്ങും എടുക്കുന്നില്ല, അവർ വേഗം തരാമെന്നാണ് പറയുന്നത്. ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം നമുക്ക്. ഇവർ കണ്ട പൊട്ടേറ്റോ പോലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കില്ല, ജസ്റ്റ് പീൽ ചെയ്ത് മാത്രം വെക്കും. നമ്മുടെ ഓർഡർ അനുസരിച്ചാണ് കുക്ക് ചെയ്യുന്നത്. ഹൗ ക്യാൻ ഫുഡ് ഗെറ്റ് മോർ ഫ്രഷ് ദാൻ ദിസ്? ഇനി അത് മൊത്തം ഇതിലിട്ട് മറ്റേ കൊത്തു പൊറോട്ട രീതി ചെയ്യും. കൊത്തു പൊറോട്ടയുടെ സാധനം തന്നെ അവരുടെ കയ്യിലും. ഇനി ഇത്രയും നേരം അവർ മാഷ് ചെയ്തിട്ട് അതിലേക്കൊരു ഗ്രേവി ആൻഡ് സോസിൻ്റെ ഒരു സെറ്റപ്പാണ് ഒഴിക്കുന്നത്. ഇത് എന്തായാലും മിക്കവാറും ഒയ്യോ, ചോങ്ചിങ്ങി വന്ന എരിവ് കഴിക്കാൻ റെഡി ആയിക്കോ കേട്ടോ. മുളക് പൊടി വാരിയാണ് ഇടുന്നത് ഇവർ. ഇനി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കും. ഇതായിരിക്കും അവരുടെ ബേസ്. അതിലേക്കായിരിക്കും ഈ ടോപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഞാൻ പോർക്ക പറഞ്ഞതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് അവരൊരു കേക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവർ അവരുടെ സാധനങ്ങൾ ഇടാൻ തുടങ്ങും. ഈ 4 വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു മെയിൻ സംഭവം. സവാളയുണ്ട്, ഇത് സെലറിയാണെന്നറിയാം, ഇത് കൊറിയാൻഡർ, ഇത് സ്പ്രൗട്ടും അല്ല എന്ന് തോന്നുന്നു അല്ലേ. ഇതിൽ അവർ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പോർക്കാന്ന് തോന്നുന്നു. മിൻസ്ഡ് പോർക്ക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ബീൻസൊക്കെ ആയിട്ട്. ഇത് സൂപ്പർ ആയിരിക്കും ഉറപ്പാണ്, കാരണം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ആണല്ലോ. ഫൈനലി പോർക്കും ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലാക്കി തരും. ഇതെങ്ങനെ ഒരാൾ ഫുള്ളായിട്ട് കഴിക്കുന്നു ഫസ്റ്റ് ഡേ? ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വേറെ എന്ത് കഴിക്കാൻ പറ്റും? അത്രയും ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ? 160 രൂപ. ഈ സംഭവം ഉണ്ടല്ലോ അമേസിങ്, ഭയങ്കര പോക്കി ടേസ്റ്റ്.
അതുപോലെ തന്നെ നമ്മുടെ ഒരു കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടി ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു മസാല ടൈമാണ്. സോസിനും കടിക്കുള്ളൊരു മസാല ഫ്ലേവർ ഇതിൽ കിട്ടുന്നത്. വേറെ നമുക്ക് പറ്റാത്തൊരു ഫിഷ് സോസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോ ടേസ്റ്റോ ഒന്നുമില്ല. എന്തൊരു ഡെലിഷ്യസ്. ഓൺലി തിങ് സോ ഹ്യൂജ്. പിന്നെ തണുപ്പത്ത് ഈ പൊട്ടേറ്റോ ആൻഡ് മീറ്റ് ഒരു ഐഡിയൽ കോമ്പിനേഷൻ ആണല്ലോ. തറലി എൻജോയിങ്. വാട്ട് എ നൈറ്റ്. ഒറ്റയ്ക്ക് ഞാൻ ഫുൾ കഴിച്ച് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്കൊന്ന് പോയി ജെഫ്രിൻ്റെ സിറ്റുവേഷൻ നോക്കാം. ജെഫ്രിനെ പൊക്കി ബാക്കി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ. കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇത് ഐ ഡോണ്ട് നോ, ഞാൻ ചൈനയിൽ വന്നിട്ട് ഒരു സാധനം പോലും എൻ്റെ ആപ്പറ്റൈറ്റ് നിങ്ങൾക്ക് ഒരുവിധം വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയാമല്ലോ. ബട്ട് ഒരു ഡിഷ് ഓർഡർ ചെയ്താൽ ഫുള്ളായി പോകുന്നു. എന്താണെങ്കിൽ ദേ ജസ്റ്റ് സെർവ് ലൈക്ക് ക്രേസി, ദേ ഈറ്റ് ലൈക്ക് ക്രേസി, ദേ പ്രൈസ് ഇറ്റ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ക്രേസി എന്ന് പറഞ്ഞാൽ ഹൈ കൊണ്ടല്ല, ലോ പ്രൈസ് കൊണ്ട് അതും ക്രേസി. അടിപൊളി. ശരിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സൈബർ പങ്ക് മൂവീസ് പറഞ്ഞില്ലേ, ഫ്യൂച്ചർ 2050 ആ ഒരു ലെവലാണ് നമുക്ക് തോന്നുന്നത്. ഇവരുടെ കൺസ്ട്രക്ഷനും ലൈറ്റ്സും നിയോൺസും വൈബ്, നൈറ്റിലുള്ള വൈബ് വേറെ ലെവലാണ് ചോങ്ക്യൂല്. ഈ ചോങ്ക്യൂ ഇത്രയും അടിപൊളി, ചോങ്ചിങ് ഇത്ര അടിപൊളിയാണെങ്കിൽ ഷാങ്ഹായ് എന്തായിരിക്കും ഇപ്പോൾ? വേൾഡിലെ മോസ്റ്റ് മോഡേൺ സിറ്റിയാണ് ഷാങ്ഹായ്. അങ്ങനെ നമ്മുടെ നടുവേനൊക്കെ ശരിയായി. ബ്രോ ഈവനിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, തൊപ്പിയൊക്കെ വെച്ച് കോഫിയൊക്കെ കൊടുത്ത് ഇറങ്ങുന്നുണ്ട്. നടുവേന ശരിയായതാണോ അതോ വേറെ സൈറ്റ് നൈറ്റ് ലൈഫ് കാണാൻ വരുവാണോ എന്നൊന്നും അറിയില്ല. കാണണല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് വന്നല്ലോ സത്യ. അപ്പോൾ ഞങ്ങൾ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാവേ. ജസ്റ്റ് നടന്നേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, രാത്രി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഒരു മോളിൻ്റെ കോംപ്ലക്സിലാണ്. സോ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ പബ്ലിക് പ്ലേ ഏരിയ ഉണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഇതുപോലെ ഇതൊക്കെ നോക്കിക്കേ, ഒരു വില്ലേജിലെ പോലത്തെ ഒരു റസ്റ്റിക് കോഫി ഷോപ്പ് പോലെ ഇല്ലേ, പക്ഷെ മോളിൻ്റെ നടുക്കാണ്. എന്തോ ടീ ഷോപ്പാണ്, ബേക്കറീസ് ആൻഡ് സോ വെൽ എന്താ പറയുന്നത്, മെയിൻറ്റെയിൻഡ് ആൻഡ് ഡെക്കറേറ്റഡ് ഓൾസോ. ഇത് നോക്ക്, ഇതൊരു മാളിൽ നിന്ന് ഒരു മാളിലേക്ക് കണക്ട് ഉള്ളത് ബ്രിഡ്ജ്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് എന്നറിയോ, ഇതിനകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ. നമ്മുടെ കാരണം ഇവരുടെ ലോക്കൽ ബ്രാൻഡ്സ് കാണും. ഇതിൽ ഇത്ര രാജ്യത്തോട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രാജ്യത്തിനെ കുറിച്ച് പൊക്കി പറഞ്ഞ് ഞാനും അത്ര ഉണ്ട്. എന്ത് രസം നോക്കുന്നത്. ഇവിടുന്ന് തന്നെ അടിയിൽ നിന്ന് തന്നെ മെട്രോ സ്റ്റേഷനും 33-ാം നിലയിലാണ്. പക്ഷെ വന്നിട്ട് ഇറ്റ്സ് എ ഫാമിലി ബാർ. അത് കൊള്ളാം, നമ്മളെ പോലെ ഫാമിലി മെൻ അതാ നല്ലത്. പിന്നെ ഇവിടെ എന്തോ ഓഫേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടൊന്നും ഇതാന്ന് തോന്നുന്നു കേട്ടോ. അമ്പോ ഗൈസ്, സോ ഇത് ഇവിടുത്തെ ഹൈലി റേറ്റഡ് ആണ്. പക്ഷെ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ വലിയ തിരക്ക് കാണില്ല. മെന്നിന് വേണ്ടിയുള്ള ബാറാന്ന് തോന്നുന്നു. 33rd ഫ്ലോറിലാണ്. വാവ്, കിട്ടുന്ന ലുക്കല്ലേ, ഒരു ഇംഗ്ലീഷ് പബ് വൈബൊക്കെ ഇല്ലേ. ലേഡീസും ഉണ്ട്. ഇവിടെ ഒരു ബാർ കൗണ്ടർ സെറ്റായിട്ടുണ്ടല്ലോ. ആള് സീറ്റും പിടിച്ചു. സെറ്റായിരിക്കല്ലേ ചേട്ടൻ. അമേസിങ് ചോങ്ചിങ് സിറ്റി. നോക്കിക്കേ ഗൈസ്, ഇത് എന്ത് ലുക്കാന്ന് നോക്ക്. 33-ാം നിലയിൽ ഇനി ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ അടുത്തുള്ള സ്ഥലം കണ്ടുപിടിച്ച് വന്നതാണ്. ഫുൾ ലിറ്റപ്പ് ആയിട്ടുള്ള ഒരു കിഡിലൻ റൂഫ് ടോപ്പ് ബാറിലിരുന്ന് നമ്മൾ പൊളിക്കാൻ പോവാണ്. സെറ്റായിട്ടില്ലേ? ലൈറ്റും ശരിക്കും ഒരു ഹൈ എൻഡ് ബാറിൻ്റെ ഫീലിംഗ്. പക്ഷെ ഒരു പാക്കേജാണ് എടുത്തത്. അതിൽ എനിക്കൊന്ന് കുറച്ച് സ്നാക്സും 2 ഡ്രിങ്ക്സ്. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടെ ഞാൻ 2 ഡ്രിങ്ക്സും കൂടെ ഒരു 820 രൂപ. സ്നാക്സും ഉണ്ട് എൻ്റെ കൂടെ ഈ റേറ്റിൽ. നമ്മൾ ഒരു ഡ്രിങ്ക് സെലക്ട് ചെയ്തില്ല. ഓക്കെ, എന്നിട്ട് 2 ബ്രാൻഡൻ ഡ്രിങ്ക് എടുക്കാൻ പറഞ്ഞു. ഇത് ജെഫ്രിനാന്ന് അവർ പറഞ്ഞല്ലോ. ഡ്രിങ്ക് കണ്ട കറക്റ്റ്. ഇതെങ്ങനെ ഇത് സാധിച്ച്? ഇത് ജെഫ്രിനുള്ള ഡ്രിങ്ക് ആട്ടാ. അടുത്ത വരുമ്പോ അറിയാം നമുക്ക്. അതെ, ഞാൻ എന്റെ വരുമ്പോ നോക്കട്ടെ. അയ്യോ, ഇത് പൊളിച്ചു. അങ്ങനെ സൂം ചെയ്ത് കാണിക്കല്ലേ, മനസ്സറിഞ്ഞ് ആ മുഖം കണ്ടു തന്ന സാധനമാണ്. ഡ്രിങ്ക് ആണ്. അതും നടന്നു. നമ്മൾ നൈറ്റ് ലൈഫ് ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചതൊക്കെയാണ് വന്നത്. പക്ഷെ ചോങ്ചിങ് എന്ന് പറഞ്ഞ സിറ്റിയിൽ ഇനി നമുക്ക് ലാസ്റ്റ് ആ പബ് ഏരിയയിൽ കൂടെ പോയി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നതെന്ന്. ആദ്യം ഒരു റൂഫ് ടോപ്പ് ബാറിൽ പോയി ഇങ്ങനെ ഒന്ന് ഫ്രണ്ട്സ് ഒക്കെ സംസാരിച്ചതായിട്ട് പിന്നെ അങ്ങോട്ട് ഒരു 11 മണി 12 മണി ആകുമ്പോഴേക്കായിരിക്കും അങ്ങോട്ട് പോകുന്നത് തുടങ്ങുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അറിയില്ല എത്ര വരും. അത് മൺഡേയും കൂടെ അല്ലേ.
പക്ഷെ അല്ലെങ്കിൽ ഇവിടെ തിരക്കുണ്ടല്ലോ. ഇവിടെ തിരക്കുണ്ട്. ഇവിടെ പിന്നെ കുറച്ചും കൂടെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സെറ്റപ്പ് അല്ലേ. പാർട്ടി എന്ന് പറഞ്ഞാൽ എനർജി വേണ്ടേ. എന്തായാലും സെറ്റ് സ്ഥലം കേട്ടോ. പൊളിയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ചുമ്മാ ഇരുന്ന് സംസാരിച്ച് ഭയങ്കര ഒരു വൈബ്. ഇത് വേറെ ബാറാ. നമ്മളപ്പോ ഇനി നമ്മളാ നൈറ്റ് സ്ട്രീറ്റ് പാർട്ടി സ്ട്രീറ്റ് നോക്കി തപ്പട്ടെ. നമ്മുടെ ഓബ്വിയസ്ലി മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ വിയറ്റ്നാം ബാങ്കോക്ക് പോലെ ഒരു ലൗഡ് ആൻഡ് ഒരു ക്രാസ് എന്നായിരിക്കില്ല. എനിക്കൊന്ന് കുറച്ചും കൂടെ ക്ലാസി ആയിരിക്കും ഇവിടെ ഒരു പാർട്ടി സ്ട്രീറ്റ്. അകത്ത് മാത്രം മ്യൂസിക്, വെളിയിലൊക്കെ നല്ല നല്ല ഒരു സെറ്റപ്പ് അവനാണ് സാധ്യത. ഭയങ്കര ഒരു ബഹളം, റോഡിൽ അങ്ങനെ ബഹളവും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. സത്യമാണ്. അതിനൊരു ടേം ഉണ്ട്, അതേ മറന്നുപോയി. ഒരു സൊസൈറ്റി നല്ല സൊസൈറ്റി ആവുന്നത് ആ ഒരു ടേം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരരുത്. അതാണ് ഒരു സൊസൈറ്റിയുടെ ഒരു എപ്പിറ്റമി, ബെസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിന് ഈ ജാപ്പനീസിലോ ചൈനീസിലോ ഒരു ടേം ഉണ്ട്, മറന്നുപോയി. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്ത് രസമാണ് നോക്ക് രാത്രി ചോങ്ഷിങ്ങിൽ കൂടെ ഇറങ്ങി നടക്കാനായിട്ട്. റോഡ്സൊക്കെ മറ്റേ ഈ ഒരു ഇൻ്റർലോക്ക് പോലെ ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇൻഡോർ നടക്കുന്ന ഫീലാണ്. പ്ലസ് നല്ല വെതറും ആണല്ലോ. ഇവിടെ ഉണ്ടല്ലോ ഈ ചോങ്ഷിങ്ങിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നൈറ്റ് ലൈഫ്, ക്ലബിങ് അതൊക്കെ ഉണ്ടെങ്കിലും റൂഫ് ടോപ്പ് ബാസ് ഭയങ്കര ഫേമസ് ആണ്. കാരണം അത്രയും വലിയ മെട്രോപോളിസ് ആണ്, നല്ല വ്യൂസ് ഉണ്ട്. സോ ആദ്യത്തെ നമ്മുടെ ഒരു ടാസ്ക് ഒരു നല്ല റൂഫ് ടോപ്പ് ബാർ കണ്ടുപിടിക്കുക. റൂഫ് ടോപ്പ് ഒക്കെ പറയുമ്പോൾ മിനിമം ഒരു 50ാമത്തെ നിലയൊക്കെ ആയിരിക്കും ഇവിടെ തോന്നുന്നു. ഇതാണ് അവരുടെ ബാർ സ്ട്രീറ്റ്. പക്ഷെ ബാറൊന്നും കണ്ടില്ല. കംപ്ലീറ്റ് ഒരു വെസ്റ്റേണൈസ് രീതിയിലുള്ള കോഫി ഷോപ്സ്, കളർഫുൾ ബിൽഡിങ്സ്, ഓൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന മെന്യു, ആ സെറ്റപ്പാണ്. പക്ഷെ ഷോക്കിംഗ് എന്താണെന്നറിയോ? ഷോക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഈ സൈഡിൽ മൊത്തം ഇങ്ങനത്തെ സെറ്റപ്പ്. ഒന്ന് തിരിഞ്ഞാൽ കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്. കണ്ട, കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. തൊട്ടടുത്ത് ഇതുപോലത്തെ കിഡിലൻ കോഫി ഷോപ്സും റെസ്റ്റോറൻറ്റ്സും സ്ട്രീറ്റ് ഐസ്ക്രീംസും ഇതുപോലത്തെ കഫേസും എവ്രിതിങ് ഇസ് ദേ. ഇതിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടാണോ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ മൺഡേസ് ചിലപ്പോൾ അടച്ചിടുവേ, അതാണോന്നും അറിയില്ല. ഞങ്ങളൊന്നും കൂടെ ഒന്ന് കറങ്ങട്ടെ. ഇത് മൊത്തം കേറ്റത്തിലാണ് നിൽക്കുന്നത്. ഫുള്ളൊരു ഹില്ലിലാണ്. എന്ത് രസം. ഇത് കണ്ട മരത്തിൻ്റെ കണ്ണ് കണ്ട. ഇതൊക്കെയാണ് ചൈനയിൽ ഒരു മരത്തിനെ വരെ ഒരു സുന്ദരനും സുന്ദരിയാക്കും. ഭയങ്കര വൈഭവനാണ് സാധ്യത. ഇതൊക്കെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഞാൻ തോന്നുന്നു കേട്ടോ. പക്ഷേ ഒരു ക്ലാസി വേർഷൻ. സോ പ്രിറ്റി ആൻഡ് നൈസ്. ഗൈസ്, സോ ഇതാണ് ആക്ച്വലി 9th സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ചോങ്ഷിങ്ങിൻ്റെ 9th സ്ട്രീറ്റ്. ഇതൊക്കെ പാർട്ടി പ്ലേസ് ആണ്. ഇവിടെ കൂടുതൽ ഈ കരോക്കെ സെറ്റപ്പാണ് കൂടുതലുള്ളത്. അതിൻ്റെ കൂടെ പാർട്ടി പ്ലേസും വേറെ ലെവലാണ്. ഇവിടെ എൻട്രൻസും നോക്ക് സെറ്റപ്പൊക്കെ. പക്ഷേ സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഹൈ എൻഡ് ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ ലുക്കാണ്. ഒരു ബഹളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാർ ഏരിയ ആണെന്ന് തോന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് അതെ ഓ സ്ട്രീറ്റിനൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. ഈ സ്ട്രീറ്റാണ്. നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇതൊക്കെ ഇതുപോലെ ക്ലബ്സും സംഭവമൊക്കെയാണ്. പക്ഷേ ഒബ്വിയസ്ലി എനിക്കൊന്ന് മൺഡേ ആയതുകൊണ്ട് വൈബ് ഇല്ലാത്തതായിരിക്കും. വീക്കെൻഡ്സ് ഇവിടെ ഞാൻ കേട്ടിരിക്കാൻ ഭയങ്കര തിരക്കും വൈബുമാണ്. ഈ യങ്സ്റ്റേഴ്സ് മൊത്തം ഈ ചുറ്റുവട്ടത്തു നിന്നൊക്കെ വരും. ചോങ്ക്യൂവിൻ്റെ അടുത്തുള്ള സിറ്റീസൊക്കെ ഫ്രൈഡേ സാറ്റർഡേ. ഇതൊക്കെ കണ്ട ക്ലബ്സും ബാറും ഒക്കെ ഉള്ള സ്ട്രീറ്റ്സ് ആണ് എല്ലായിടത്തും. ഇത് ഫുൾ ഇത് തന്നെയാണ് കേട്ടോ. ഈ സൈഡ് മൊത്തം ഇതാ ആഫ്രോ ഹൗസ് DJ. ഇവർ ജപ്പാനിൽ നിന്നും അവിടെ നിന്നൊക്കെ DJസിനെ കൊണ്ടുവരുന്നു. ഏതാ ഹിന്ദിക്കാരനെയാ. ഇതാണ് ഏരിയ കേട്ടോ ജെഫ്രി. 9th സ്ട്രീറ്റാ. സൂപ്പർ ആയിട്ടില്ലേ ഇത്. ഇതുപോലെ ഔട്ട്ഡോർ ഒക്കെ ഇരിക്കാനുള്ള സ്ഥലം. ഇവിടെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണല്ലോ അല്ലേ. പക്ഷെ വെളിയിലൊരു സൗണ്ടും കേൾക്കുന്നില്ല, ഒരു ശല്യവും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ മൺഡേ ഒക്കെ ആകുമ്പോൾ പാർട്ടിയൊക്കെ മാറ്റി കൂടുതലൊരു റിലാക്സിങ് ആംബിയൻസിൽ ലൈവ് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. യു ക്യാൻ ഫീൽ ദ റിലാക്സ്ഡ് ആംബിയൻസ്. ഒരു ബാർ സ്ട്രീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഫീലാണ്. ഇതൊക്കെ ക്ലാസി വെഞ്ചേഴ്സ് ആണ്. ഇത് ജാസ് ബാർ ആണ്. സോ ജസ്റ്റ് ഫോർ ജാസ് മ്യൂസിക്. എന്ത് രസമായിട്ടൊരു ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. ഇത് കണ്ടോ മുകളിലൊക്കെ മറ്റേ ഒരു ഇലക്ട്രിക് ഫയർ പ്ലേസ് പോലെയൊക്കെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെളിയിൽ നിന്ന് തന്നെ ഒരു ക്ലാസി ആംബിയൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ വട്ട് എവർ യുവർ കൈൻഡ് ഓഫ് പാർട്ടി ഈസ് ലൗഡ് മ്യൂസിക്. ഇഫ് യു വോണ്ട് എ ലൗഡ് മ്യൂസിക് അതുണ്ട്. ഇഫ് യു വോണ്ട് സംതിങ് റിലാക്സിങ് അതുണ്ട്. ഇഫ് യു വോണ്ട് സംതിങ് ലൈക്ക് എന്താ പറയുന്ന ഒരു ഡാൻസ് ഡിസ്കോ അതുണ്ട്. ഓൾ കൈൻഡ്സ് ഓഫ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ചോങ്ഷിങ്. കുറച്ചും കൂടെ ഒരു തായ്ലൻഡ് സെറ്റപ്പ് പോലെ എല്ലാം ഔട്ട്ഡോറിൽ ഓരോരോ സ്റ്റോൾസ് ഒക്കെ വെച്ച് ഇതുപോലെ നമുക്ക് ബാറും ഡ്രിങ്ക്സും കോഫിയും എല്ലാം അവൈലബിൾ ആണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ബാക്കിൽ കാണുന്ന ഓറ എന്ന് പറഞ്ഞ മോളില്ലേ,
അത് ഒരു മോൾ ഫോർ പബ്സ് ആൻഡ് ഡിസ്ക് ആണ്. സോ യു ഹാവ് യുവർ കരോക്കെ വിച്ച് ഇസ് വെരി പോപ്പുലർ ഓവർ ഹിയർ. പിന്നെ നൈറ്റ് ക്ലബ്സ്, ഡിസ്കോസ്, എവറിത്തിങ്. ഇതൊക്കെ നമുക്ക് ഫുൾ സെറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ. സ്ക്രീനിലൊക്കെ കാണാം കേട്ടോ ഇവരുടെ പാർട്ടി സീൻ. വീക്കെൻഡ്സ് ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ബ്ലാസ്റ്റിങ്ങും പാർട്ടിയും വരുന്നത്. ഇതൊക്കെ നൈറ്റ് ക്ലബ് ഏരിയ മൊത്തം നൈറ്റ് ക്ലബ്ബാണ്. നോക്കിക്കോ ക്രൗഡ്, അതിൽ ഫുൾ സെറ്റപ്പാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. പാർട്ടി എന്നൊക്കെ പറയുന്നത് അവിടെ ബാംഗ്ലൂരൊക്കെ മാറിയേക്കും എന്ന് തോന്നുന്നു. ഇവിടെ എനിക്കൊന്ന് കാണിക്കുന്നുണ്ട്. ഇതൊരു ആപ്പാണ്, ഇവിടെയുള്ള ഡിസ്കൗണ്ട് ആപ്പാണ്. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ക്ലബിൽ ഇന്നത്തെ ഫുഡിൻ്റെ റേറ്റ് ആണ്. ഇത് സ്കാമോ തട്ടിപ്പോ ഒന്നുമല്ല, ഇൻ്റർനാഷണൽ ലെവൽ ക്ലബ്ബാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓഫറിൽ 320 രൂപ. 12 ബിയർ, കുറച്ച് ചിക്കൻ സ്ക്യൂസും കുറച്ച് സ്നാക്സും. 12 ബിയർ. പക്ഷെ കുടിക്കാത്തവർക്ക് ഇത് ഒരു പ്രയോജനമില്ല. അതെ, ഒരു ബിയറൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ കുടിക്കായിരുന്നു. ഇതിന് പകരം ജ്യൂസും തരില്ല, ഒന്നും തരില്ല. 12 ബിയർ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ പോരെ 320 രൂപയായിട്ട്. സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടം മാതിരി ക്ലബ്സും പബ്സും ഉണ്ട്. പക്ഷേ എനിക്ക് എന്താ നമ്മുടെ ഒരു അകത്തുനിന്ന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നു, നമ്മൾ കയറിയ ചിലപ്പം എന്തെങ്കിലും പറ്റിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന്. എനിക്ക് ഒരു ബാക്കിൽ നിൽക്കുന്നില്ല, സ്കൗട്ട്സ് പോലെ ഒരു വിളിച്ചു കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. സോ അത് കാരണം ഉണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ കയറുന്നില്ല. പക്ഷേ ഐ എം ടെലിങ് യു, നൈറ്റ് ലൈഫ് നിങ്ങൾ ചോങ്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ആൾക്കാർക്കും ഇതൊരു കിഡ്ലെ ഹോളിഡേ ഡെസ്റ്റിനേഷൻ ആണ്. സോ നമ്മൾ ഫുഡ്, റോപ്പ് വേസ്, യു ഹാവ് ഓൾ കൈൻഡ് ഓഫ് തിങ്സ് ടു ഡു ഓവർ ഹിയർ. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ചോങ്കിങ് ഇൻ ദ നൈറ്റ്. ആൻഡ് ഇറ്റ്സ് എൻ അമേസിങ് സിറ്റി. ഇനിയും ഈ സിറ്റിയുടെ അടിപൊളി വ്ളോഗ്സ് ആയിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ. കയറണ അത് ഭയങ്കര പേടിയാണ് കേട്ടോ ആശാന്റെ.